പൊന്നുരുളിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ന്യൂ ഇയർ സ്പെഷ്യൽ നല്ല അടിപൊളി ഒരു ചിക്കൻ കട്ട്ലറ്റാണ് ഞാൻ ഇന്ന് ഉണ്ടാക്കുന്നത്. റെസിപ്പി ഇഷ്ടമായാൽ നിങ്ങൾ ട്രൈ ചെയ്ത് അഭിപ്രായങ്ങൾ അറിയിക്കാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ചെറിയ ക്വാണ്ടിറ്റി ആയതുകൊണ്ട് തന്നെ ഒരു ഉരുളൻകിഴങ്ങ് പുഴുങ്ങുന്നു. ഉപ്പൊന്നും ചേർക്കാതെ വെറുതെ പുഴുങ്ങിയെടുക്കുകയാണ് ചെയ്യുന്നത്. പുഴുങ്ങിയ ഉരുളൻകിഴങ്ങ് ഒരു ഫോർക്ക് കൊണ്ട് നല്ലപോലെ ഉടയ്ക്കുന്നു. കറി പീസായി കട്ട് ചെയ്ത 4 ചെറിയ പീസ് ചിക്കൻ മഞ്ഞളും ഉപ്പും മാത്രം ഇട്ട് വെള്ളത്തിലിട്ട് വേവിച്ചെടുത്തു. എല്ല് മാറ്റി മാംസം ചെറിയ പീസുകളായി കട്ട് ചെയ്തെടുക്കുന്നു. 2 ചെറിയ സവാളയും എരിവുള്ള 2 പച്ചമുളകും കുറച്ച് ഇഞ്ചിയും വീഡിയോയിൽ കാണുന്ന വലുപ്പത്തിലുള്ള കഷ്ണങ്ങളായി അരിയുന്നു. ഇനി ഒരു ഫ്രൈയിങ് പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുന്നു. അതിലേക്ക് 1/2 ടീസ്പൂൺ പെരുംജീരകം ഇട്ടൊന്ന് പൊട്ടിക്കുന്നു. അതിനുശേഷം അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി, സവാള, പച്ചമുളക് എന്നിവയും ശകലം ഉപ്പും ചേർത്ത് വഴറ്റുന്നു. വഴണ്ടൊന്ന് സോഫ്റ്റ് ആയ ശേഷം അതിലേക്ക് പൊടികൾ ചേർക്കാം. 1 മുതൽ 1.5 ടീസ്പൂൺ വരെ മുളക് പൊടി, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 മുതൽ 1 ടീസ്പൂൺ വരെ ചിക്കൻ മസാല, 1 നുള്ളു ഗരം മസാല എന്നിവയാണ് ഇവിടെ ചേർക്കുന്നത്. മഞ്ഞളിട്ടാണ് ചിക്കൻ വേവിച്ചത്, അതുകൊണ്ട് മഞ്ഞൾ ചേർക്കുന്നില്ല. ഉപ്പ് ആവശ്യമെങ്കിൽ ഇനിയും ചേർക്കാം. ചിക്കൻ വേവിച്ചപ്പോൾ കിട്ടിയ ചിക്കൻ സ്റ്റോക്ക് കളയണ്ട. 1-2 ടേബിൾ സ്പൂൺ കട്ട്ലറ്റിന്റെ ഈ മസാലയിലേക്ക് ചേർത്താൽ നല്ലൊരു ഫ്ലേവർ കട്ട്ലറ്റിന് കിട്ടും. സ്റ്റോക്ക് ഒരുപാട് ചേർക്കാൻ പാടില്ല. പൊടിച്ചു വെച്ചിരിക്കുന്ന ഉരുളൻകിഴങ്ങും ചിക്കനും ചേർക്കാനുള്ള സമയമാണ്. ഇതെല്ലാം ചേർത്ത് നല്ലപോലെ ഉടച്ചുടച്ച് ഇളക്കുക. ഏറ്റവും ഒടുവിലായി 1 ടേബിൾ സ്പൂൺ ബ്രെഡ് ക്രംസ് കൂടി ഇതിലേക്ക് ചേർത്ത് നല്ലപോലെ ഇളക്കി വാങ്ങാം. ചൂടൊന്ന് കുറയാൻ ഒരു പരന്ന പാത്രത്തിലേക്ക് നിരത്തിയിടുന്നു. ഉണങ്ങിയ മിക്സിയുടെ ഒരു ജാറിലേക്ക് 4 സ്ലൈസ് ബ്രെഡ് പിച്ചി കീറിയിട്ട് മിക്സിയിലൊന്ന് പൾസ് ചെയ്ത് ബ്രെഡ് ക്രംസ് ഞാൻ തയ്യാറാക്കി. കട്ട്ലറ്റ് മിക്സ്ചറിന്റെ ചൂടൊന്നാറിയ ശേഷം ഉരുളകളാക്കി കട്ട്ലറ്റിന്റെ ആകൃതി വരുത്തി എല്ലാം തയ്യാറാക്കിയെടുക്കുക. ഒരു പാത്രത്തിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ച് ബീറ്റ് ചെയ്യുന്നു. ഇനി ഓരോ കട്ട്ലറ്റുകളായി ആദ്യം മുട്ടയിൽ നന്നായി കോട്ട് ചെയ്യുന്നു. അതിനുശേഷം ബ്രെഡ് ക്രംസിലും നല്ലപോലെ കോട്ട് ചെയ്ത് ഒരു പ്ലേറ്റിൽ നിരത്തി വയ്ക്കുന്നു. ഇരുവശങ്ങളും അതേപോലെ ചുറ്റിനുമുള്ള ഭാഗത്തും നല്ലപോലെ കോട്ടഡായി ബ്രെഡ് ക്രംസ് എന്ന് ഉറപ്പുവരുത്തണം. എല്ലാ കട്ട്ലറ്റും ഓരോ പ്രാവശ്യം മുട്ടയിലും ബ്രെഡ് ക്രംസിലും നല്ലപോലെ കോട്ട് ചെയ്തെടുത്തു. ഇനി 10 മിനിറ്റിന് ശേഷം എണ്ണയിൽ വറുത്തെടുക്കാം. ഒരു ഫ്രൈയിങ് പാനിൽ കട്ട്ലറ്റിന്റെ ഒരു പകുതി ഭാഗം വരെ മുങ്ങിക്കിടക്കാൻ പാകത്തിന് എണ്ണയൊഴിച്ച് ചൂടായ ശേഷം കട്ട്ലറ്റുകൾ അതിലിട്ട് ഇരുവശങ്ങളും മൂപ്പിച്ച് വറുത്തെടുക്കാം. ഇത്രയും ക്വാണ്ടിറ്റി കൊണ്ട് ഈ സൈസിലുള്ള 7 കട്ട്ലറ്റുകൾ ഞാൻ വറുത്തു. പല ബാച്ചുകളായി ഓരോന്നും ഇതേപോലെ നന്നായി ബ്രൗൺ ആകുന്നതുവരെ വറുക്കുന്നു. നിങ്ങൾ ഏവർക്കും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ഇതൊന്ന് ട്രൈ ചെയ്ത് അഭിപ്രായങ്ങൾ എന്നെ അറിയിക്കണം. വീഡിയോ ലൈക്ക് ചെയ്യാനും മടിക്കരുത്. അതേപോലെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്താൽ കൂടുതൽ സന്തോഷം. മറ്റൊരു വീഡിയോയുമായി കാണാം. ബൈ ബൈ.